അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് യേശു ക്രിസ്തു തൻ്റെ ഒലിവുമല പ്രഭാഷണത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ സംഭാഷണ മധ്യേ യേശു സൂചിപ്പിച്ച യെരുശലേം ദേവാലയത്തിൻ്റെയും നഗരത്തിൻ്റെയും നാശം എപ്പോഴാണെന്നും യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൻ്റെയും ലോകാവസാനത്തിൻ്റെയും അടയാളങ്ങൾ ഏതെല്ലാമാണെന്നും ആകാംക്ഷയോടെ ചോദിച്ച ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് ക്രിസ്തുനാഥൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഉപമാനം ഉപയോഗിച്ച് അത്തിവൃക്ഷം യഹൂദ ജാതിയെ കുറിക്കുന്നു. തളിർത്ത അത്തി മടങ്ങി വന്ന യഹൂദ ജനതയിലേക്കും വിരൽ ചൂണ്ടുന്നു. അത്തി തളിർത്തു കഴിഞ്ഞാൽ അതേ തുടർന്ന് സംഭവിക്കേണ്ടത് യേശു മിശിഹായുടെ വീണ്ടും വരവാണ്. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് യേശു ക്രിസ്തു പ്രസ്താവിച്ചത്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ഈ തലമുറ എന്ന് യേശു ക്രിസ്തു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അന്ത്യകാല സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് യഹൂദൻ ഒരു ജാതിയായും ഇസ്രായേൽ ഒരു രാഷ്ട്രമായും ഭൂമുഖത്തുണ്ടായിരിക്കണമെന്നതാണ് അതിൻ്റെ പ്രാഥമിക അർത്ഥം. മാത്രമല്ല, BC 1500 ഈജിപ്തിലെ ഫറവോ രാജാക്കന്മാർ തുടങ്ങിവെച്ച യഹൂദ ജാതിയുടെ പീഡനമുറ ഇറാഖിലെ നെബൂഖദ്നേസറും ഇറാനിലെ ഹാമാനും ഗ്രീസിലെ അന്ത്യോക്യാസ് എപ്പിഫാനസും റോമിലെ ടൈറ്റസും ഹാദ്രിയാനും റഷ്യയിലെ സാർ ചക്രവർത്തിമാരും ജർമ്മനിയിലെ ഹിറ്റ്ലറും ഈജിപ്തിലെ നാസറും ഇറാഖിലെ സദാം ഹുസൈനും എല്ലാം പിന്തുടർന്നു. ഈ വിധം നൂറ്റാണ്ടുകളായി കഠിനമായി പീഡന വിധേയരായ യഹൂദ ജാതി ഒടുവിൽ ഇനി അവർക്കൊരു ജാതിയോ രാജ്യമോ ആയിരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന ദയനീയ കാഴ്ച എസെക്കിയേൽ 37:11 മുതൽ 14 വരെയുള്ള വേദഭാഗത്ത് നമുക്ക് കാണാവുന്നതാണ്. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നെല്ലാം ദയനീയമായി വിലപിക്കുന്നതിൻ്റെ ആശയമാണിത്. എന്നാൽ സർവശക്തനായ ദൈവം അതിന് മറുപടിയായി, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്ത് കൊണ്ടുപോകും എന്നും അത് അവരുടെ സ്വന്തം ദേശം ആകയാൽ അവരെ അവരുടെ ദേശത്ത് തന്നെ പാർപ്പിക്കുമെന്നും പറഞ്ഞു. സർവശക്തനായ ദൈവം തൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവരെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടാക്കി. അങ്ങനെ യഹൂദ ജാതിയെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിവൃത്തിയാകുവോളം അവർ ഭൂമുഖത്ത് ഉണ്ടായിരിക്കണമെന്ന ആശയവും ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന പ്രസ്താവനയിൽ യേശു ക്രിസ്തു ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചന സൂക്തങ്ങളുടെ നിവൃത്തിയായി 1920 മുതൽ യഹൂദന്മാർ പാലസ്തീനിലേക്ക് കുടിയേറുവാൻ തുടങ്ങി. 1948 യഹൂദന്മാർ അവരുടെ രാജ്യം സ്ഥാപിച്ചു. ഐക്യരാഷ്ട്രസഭ അവരെ അംഗീകരിച്ചു. 2500 വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് നഷ്ടമായ യെരുശലേം നഗരം 1967 ജൂണിൽ ചരിത്രപ്രദമായ 6 ദിവസത്തെ അറബി ഇസ്രായേൽ യുദ്ധത്തിലൂടെ അവർ വീണ്ടെടുത്തു. എന്നാൽ ഈ സംഭവങ്ങളെക്കുറിച്ച് 2500 3000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബൈബിളിലെ സെക്കരിയ പ്രവചനം 12:6 സങ്കീർത്തനം 83:4, 5, 16, 17 വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് അത്ഭുതമല്ലേ? ഈ വിധം ലോക ചരിത്രത്തിലെ മഹാ അത്ഭുതങ്ങളായ യഹൂദ ജാതിയുടെ യെരുശലേം പ്രത്യാഗമനവും ഇസ്രായേൽ രാഷ്ട്രസ്ഥാപനവും യെരുശലേമിൻ്റെ യഥാസ്ഥാപനവുമെല്ലാം നേരിൽ കണ്ട നമ്മുടെ ഈ തലമുറ തന്നെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് സാക്ഷിയാകുമെന്ന ആശയമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു എന്ന് യേശുക്രിസ്തു ആണയിട്ട് പറഞ്ഞിരിക്കുന്നതിൽ അന്തർലീനമായിരിക്കുന്നതെന്ത് എന്ന് സംശയലേശമന്യേ മനസ്സിലാക്കാവുന്നതാണ്. സ്വാഭാവികമായി സംഭവിക്കുവാൻ ഒരു സാധ്യതയും ഇല്ലാതിരുന്ന മുകളിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളുടെ നിസ്തുല്യ നിവൃത്തീകരണവും പൂർത്തീകരണവുമെല്ലാം യേശു ക്രിസ്തു ഈ തലമുറയിൽ തന്നെ മടങ്ങി വരുമെന്ന സത്യത്തെ വെളിവാക്കുകയാണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളെല്ലാം നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരാളുടെയും കണ്ണ് തുറക്കുക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.